രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ നിലവിൽ കോൺഗ്രസിലോ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിലോ അംഗമല്ല. വിവാദ വിഷയങ്ങളിൽ കുടുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എങ്കിലും ഇന്നും കോൺഗ്രസിൽ നിർണായക ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി വേദിയിലേക്ക് മടങ്ങുകയാണ്. രാഹുൽ എത്തുന്നത് തന്റെ നിയോജക മണ്ഡലമായ പാലക്കാടോ ജന്മനാടായ പത്തനംതിട്ടയിലോ അല്ല, മറിച്ച് ചെങ്കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിലാണ്. കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലെ കല്യാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. മെയ് 3 ഞായറാഴ്ച വൈകുന്നേരം 3 നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ആണ്. 4 മാസങ്ങൾക്കിപ്പുറം രാഹുൽ വീണ്ടും പാർട്ടി പരിപാടികളിൽ സജീവമാകുമ്പോൾ അതിനർത്ഥം ഒന്ന് മാത്രമാണ്: രാഹുലിന്റെ തിരിച്ചുവരവിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിൽ മുൻപന്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം CR മഹേഷ് എം.എൽ.എ രാഹുലിനെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി കണ്ടിരുന്നു. നേരത്തെ പറഞ്ഞത് പ്രകാരം ഒളിഞ്ഞിരുന്നു കൊണ്ട് രാഹുലിന് പിന്തുണ കൊടുക്കുന്ന നിലപാടല്ല മഹേഷിനുള്ളത്. പരസ്യമായി തന്നെ പിന്തുണ കൊടുക്കുന്നുണ്ട് മഹേഷ്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വീട്ടിലെത്തിയാണ് മഹേഷ് പിന്തുണ അറിയിച്ചത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് രണ്ട് നേതാക്കളും കണ്ടുമുട്ടുന്നത്. ഈ സന്തോഷം രാഹുൽ മറച്ചുവച്ചില്ല. ഇരുവരുമുള്ള ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി: കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് CR മഹേഷിന് എതിരാളികളില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ: ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ സ്നേഹത്തിന്റെ വേരിറക്കുന്നവനാണ് ഈ മനുഷ്യൻ, ചേർത്ത് നിർത്തുന്ന ഒരുത്തൻ. പ്രിയപ്പെട്ട CR ഇന്ന് വീട്ടിൽ വന്നപ്പോൾ. ഇതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ആ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സന്തോഷവും അത്ഭുതവുമെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജീവനെ പോലെ കൊണ്ടു നടന്ന പാർട്ടി തള്ളി പറഞ്ഞിട്ടും പുറത്താക്കിയിട്ടും ഇന്നും ഒരക്ഷരം പോലും രാഹുൽ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമെന്നുറപ്പാണ്. CRനെ പോലെ പിന്തുണ നൽകുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ ഇന്നും പാർട്ടിക്കുള്ളിലുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം രാഹുലിനെ കണ്ടതിന്റെ സന്തോഷം കരുനാഗപ്പള്ളി MLA മറച്ചുവെച്ചില്ല. ആ ചിത്രങ്ങൾ അദ്ദേഹവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ നൽകുന്ന സൂചനകൾ രാഹുലിന്റെ തിരിച്ചുവരവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നേരത്തെ ഏപ്രിൽ 9 പോളിംഗ് പൂർത്തിയാക്കിയതിന് പിന്നാലെ ശക്തമായ UDF തരംഗം ആഞ്ഞടിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങും എന്ന വാർത്ത സജീവമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി കോൺഗ്രസിന് വേണ്ടി മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചതിനേക്കാൾ റീച്ചാണ്. ഇന്നും കോൺഗ്രസ് അണികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്വാധീനമാണ് അത് തെളിയിക്കുന്നത്. ഇനി രാഹുലിന്റെ തിരിച്ചുവരവിനാണ് അണികൾ കാത്തിരിക്കുന്നത്. കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള അനുകൂല പരാമർശങ്ങൾ കേസിനെ ദുർബലമാക്കിയിട്ടുണ്ട്. കോടതിയിൽ തെളിവുകളുടെ അപര്യാപ്തത കേസ് തള്ളുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സാഹചര്യത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന് ഉറപ്പാണ്. പല നേതാക്കന്മാർക്കും പക്ഷേ നേരം വെളുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നും അവർ രാഹുലിനെ കണ്ടതായി ഭാവിക്കുന്നില്ല. കോടതിക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നതിൽ സംശയമില്ല. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും പറഞ്ഞിരുന്നു. ഉചിതമായ സമയത്ത് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ലെന്നും അബിൻ വർക്കി പറയുന്നുണ്ട്. രാഹുലിനെ പുറത്താക്കിയ ഘടകത്തിലും തിരിച്ചെടുക്കേണ്ട ഘടകത്തിലും താനില്ല. വ്യക്തിപരമായ താല്പര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഇല്ലെന്നും അബിൻ വർക്കി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 4 രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്.